അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജു ജോൺ അവറുകളാണ്. ഗുജറാത്തിലെ ബറോഡയിൽ കർത്താവിൻ്റെ ദാസൻ കുടുംബമായി പാർത്ത് ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി ഈ ദൈവദാസനും കുടുംബവും ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ അനുഭവങ്ങളും ഓർമ്മകളും ദൈവം നടത്തിയ വഴികളും കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടതായി ദൈവദാസൻ്റെ ഒരുപാട് ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച തോറും വൈകുന്നേരങ്ങളിൽ 9 മണിക്ക് പ്രാർത്ഥന നടന്നു വരുന്നത് നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജു ജോൺ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി അരോമ ടിവിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്ന ബഹുമാനപ്പെട്ട ഡാനിയൽ ജോൺ പാസ്റ്ററിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. കൂടാതെ എന്നെ അരോമ ടിവിയിലേക്ക് പരിചയപ്പെടുത്തിയ പ്രജിത് പാസ്റ്ററിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ബിജു ജോൺ. കുടുംബമായി ഞങ്ങൾ ഗുജറാത്തിലെ ബറോഡയിൽ പാർത്തുകൊണ്ട് തദ്ദേശവാസികളുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എനിക്ക് കുടുംബമായിട്ട് എൻ്റെ വൈഫ് ബ്ലെസ്സി ജോൺ, 3 മക്കളാണുള്ളത്. മൂത്ത മകൾ ഷാലോം ബി ജോൺ, രണ്ടാമത്തെ മകൻ സ്റ്റീവ് ബി ജോൺ, മൂന്നാമത്തെ ഇളയ മകൻ ഷമ ബി ജോൺ. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷമായി ബറോഡയിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പോൾ തന്നെ 30 വർഷമായി ഗുജറാത്തിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. റഹബോത്ത് ഫെലോഷിപ്പ് ചർച്ച് എന്ന ഒരു ക്രിസ്തീയ കൂട്ടായ്മ ആരംഭിക്കുവാൻ ദൈവം എനിക്ക് 2008 ഇടയാക്കി. എന്നാൽ അതിനു മുമ്പ് ഞാൻ എൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എൻ്റെ മാതാപിതാക്കൾ ശ്രീ ഗീവർഗീസ് ജോൺ, മാതാവ് ശ്രീമതി മേരിക്കുട്ടി ജോൺ. എനിക്ക് 2 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. അപ്പോൾ തന്നെ എൻ്റെ പിതാവ് 2007 കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ മാതാവ്, മൂത്ത സഹോദരൻ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന പാസ്റ്റർ ബൈജു ജോൺ, അസംബ്ലീസ് ഓഫ് ഗോഡ് അടൂർ സെഷനിലെ 7-ാം മൈലിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു കുടുംബമായിട്ട്. എൻ്റെ മൂത്ത സഹോദരി തേവലക്കരയിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ ആരാധിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്തിയും കടന്നു പോകുന്നു. ഇളയ സഹോദരൻ പാസ്റ്റർ ബേബി ജോൺ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. അപ്പോൾ തന്നെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ ആറോച്ചിരക്കര തരകൻ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ, മർത്തോമ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളരുവാനിടയായി തീർന്നത്. ഞാൻ ജനിച്ച സ്ഥലം കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കുളമാവ് എന്ന സ്ഥലത്താണ്. ആ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ അവിടെ ആയിരുന്നു.
ചില നാളുകൾ കഴിഞ്ഞിട്ട് അവർ കുടുംബമായി റാന്നിയിൽ അത്തിക്കേത്തിനടുത്തുള്ള മടന്തമണ്ണിന് സമീപമുള്ള കടുമീൻചിറ എന്ന സ്ഥലത്തേക്ക് കടന്നു വരികയും എൻ്റെ 2ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ അവിടെയാണ് ഞാൻ പഠിച്ചതും ബാല്യകാലത്തിലായിരുന്നതും. അതിനുശേഷമാണ് കൊല്ലം ജില്ലയിലെ തേവരക്കരയിലേക്ക് ഞാൻ കുടുംബമായിട്ട് പാർക്കുവാനായി പിതാവിൻ്റെ സ്വദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവമിടയാക്കി. മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളരുമ്പോൾ തന്നെ വളരെ കുഞ്ഞുപ്രായം മുതൽ തന്നെ മാതാവിനോടൊപ്പം പ്രാർത്ഥനയിലും അതുപോലെ പള്ളിയിലെ സൺഡേ സ്കൂള്, യുവജന സഖ്യം, BBS പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായി ഏകദേശം 20 പ്രായം വരെയും 20 വയസ്സ് വരെയും ആയിരിക്കാൻ ഇടയായി തീർന്നു. എൻ്റെ 2ാം ക്ലാസ് കഴിയുന്ന ആ സമയം മുതൽ തന്നെ എൻ്റെ മാതാവിനോടൊപ്പം പ്രാർത്ഥനയിൽ കുഞ്ഞു പ്രായത്തിലെ ആയിരിക്കാൻ ദൈവം എനിക്കിടയാക്കി. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസത്തിലൊക്കെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലും ദൈവവചന പഠനത്തിലും ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും സമർപ്പണവും വിദ്യാഭ്യാസാനന്തരം മർത്തോമാ സഭയിലെ ഒരു വൈദികനാകുക എന്നുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ ദൈവം നൽകി. അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ ബാല്യവും യൗവനവും ഒക്കെ മുന്നോട്ട് നയിപ്പാൻ ദൈവം സഹായിച്ചത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിലാണ് മർത്തോമാ പള്ളിയിൽ വചനം ആദ്യമായി സംസാരിച്ചത്. ഇന്നെന്ന പോലെ ഞാൻ അത് ഓർക്കുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് ശമൂവേൽ ബാലനെ കുറിച്ച് സംസാരിപ്പാൻ ദൈവം അന്ന് എനിക്കിടയാക്കി. തുടർന്ന് മുന്നോട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ എൻ്റെ വിദ്യാഭ്യാസങ്ങൾ നടത്തി വരുവാൻ ദൈവം ഇടയാക്കി. 10ാം ക്ലാസ് പഠിച്ച് പരീക്ഷ എഴുതിയ ശേഷം 1986 മെയ് മാസം എൻ്റെ മാതാവിൻ്റെ സ്വദേശമായ അപ്പച്ചനും അമ്മച്ചിയും പാർക്കുന്ന അത്തിക്കയത്തേക്ക് കടുമീൻചിറ എന്ന പ്രദേശത്തേക്ക് ഞാൻ കടന്നുപോയി അവധിക്കാലം ചിലവഴിക്കുവാനായിട്ട്. എന്നാൽ ആ സമയത്ത് ഞാൻ ഒരു ദിവസം പൊമ്പയാറ്റിൽ കുളിക്കുവാനായിട്ട് കടന്നുപോയി. എന്നോടൊപ്പം മറ്റൊരു ഇളയ സഹോദരൻ എൻ്റെ അമ്മച്ചിയുടെ വീടിനടുത്തുള്ള ഒരു പൈതലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആറ്റിലേക്ക് കുളിക്കുവാനായിട്ട് കടന്നുപോയി. പൊമ്പയാറ്റിലായിരുന്നു. എനിക്ക് നീന്തുവാൻ അറിയത്തില്ല. സാധാരണ ഞങ്ങൾ കുളിക്കുവാനായി പോകുന്ന കടവിൻ്റെ അല്പം മാറി വേറൊരു സ്ഥലത്താണ് അന്ന് കുളിക്കുവാനായിട്ട് കടന്നുപോയത്. എന്നാൽ ഞാൻ കാലുവഴുതി വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് വീണുപോയി. നീന്തൽ അറിയാൻ വയ്യാത്ത ഒരു ബാലൻ, ഏകദേശം 14-15 വയസ്സുള്ള ഒരു കുഞ്ഞ് വെള്ളത്തിലകപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഏകദേശം ചില മിനിറ്റുകൾ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ കടന്നുപോയി. കാല് താഴെ എത്തുന്നുമില്ല, തല മുകളിൽ എത്തുന്നുമില്ല. രക്ഷപ്പെടുവാൻ ഒന്ന് ശ്രമിച്ചു നോക്കി. കൈകാലുകൾ കുഴഞ്ഞു. ആ പമ്പാ നദിയുടെ ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്ത്, കടുമീൻചിറയ്ക്കടുത്തുള്ള ആനക്കയം എന്ന സ്ഥലത്ത് വെള്ളത്തിലേക്ക് വഴുതി പോവുകയായിരുന്നു. മുന്നിൽ മരണം ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. എന്നാൽ ഞാൻ ദൈവത്തോട് ഇപ്രകാരം ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പമ്പാ നദിയാണോ നീ എനിക്കായിട്ട് ഒരുക്കിയത്? അങ്ങനെയെങ്കിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. എന്നെ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അലറി വിളിക്കുവാനോ ഒന്നും ഇടയായില്ല. അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനാധ്വനിയായിരുന്നു. കാരണം വളരെ കുഞ്ഞു പ്രായം മുതലേ പ്രാർത്ഥനാ ജീവിതത്തിലായിരുന്നതുകൊണ്ടും ദൈവത്തോട് അടുത്തുള്ള ഒരു ജീവിതം നിലനിർത്തുന്നത് കൊണ്ടും അങ്ങനെ ഒരു പ്രേരണ ദൈവം എനിക്ക് തന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മീക അനുഭവം, ദൈവീക സ്പർശനം എൻ്റെ മേൽ വരുവാനിടയായി. അതിപ്രകാരമായിരുന്നു.
ആ വെള്ളത്തിന്റെ ആഴത്തിൽ ഞാൻ കിടക്കുമ്പോൾ, ഞാൻ ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞ സമയത്ത് ഒരു അത്യന്ത ശക്തി ആ വെള്ളത്തിന്റെ ആഴത്തിലേക്ക്, എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കിടന്ന വെള്ളത്തിന്റെ ആഴത്തിൽ തന്നെ തള്ളി മാറ്റുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ അത്യന്ത ശക്തി അവിടേക്ക് കടന്നു വന്നു, എന്നെ തള്ളി മാറ്റിയത് പ്രകാരമാണ്. ഒരു കല്ലേറ് ദൂരത്തിലേക്ക് എന്നെ തള്ളിക്കൊണ്ടുപോയി. ഞാന് ഒരു മരക്കമ്പ് നിവർത്തി നിർത്തുന്നത് പോലെ ഞാൻ അവിടെ നിൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വായുടെ വക്കോളം വെള്ളം ഉണ്ട്. വാ തുറന്നാൽ വെള്ളം വായിലേക്ക് വരികയും വീണ്ടും തൊട്ടടുത്ത് കയമാണ്, ആഴമാണ്. അവിടേക്ക് വീണുപോയാൽ പിന്നെ രക്ഷയില്ല, ഒഴുകിപ്പോകും. ഈ സമയം കൊണ്ട് ആൾക്കാര്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പൈതൽ നീന്തി കരയിൽ വന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടി. 2 യൗവനക്കാരായ സഹോദരങ്ങൾ വെള്ളത്തിലേക്ക് നീന്തി വന്ന് അവരെൻ്റെ അടുക്കൽ, എൻ്റെ തലഭാഗം കണ്ടതുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവരെന്നെ കോരിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവന്ന് പാറപ്പുറത്ത് കൊണ്ട് തന്നെ ഇട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ബോധം ക്ഷയിച്ച് കെട്ടുപോയിരുന്നു. അവരെൻ്റെ വയറ് പിടിച്ച് ഞെക്കി വായിലൂടെ വെള്ളം പോകുവാനായിട്ട് ആവുന്ന ശ്രമിച്ചു. തൊട്ടടുത്തുള്ള നാട്ടുകാരെല്ലാം ഓടിക്കൂടി. പക്ഷേ എൻ്റെ വായിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു വന്നില്ല. കാരണം ആ വെള്ളത്തിൽ ഏകദേശം 10 മിനിറ്റോളം സമയം വെള്ളത്തിൽ കിടന്നപ്പോഴും സ്വർഗത്തിലെ ദൈവം എൻ്റെ വായ അടച്ചു. ഞാൻ ബോധരഹിതനായിരുന്നു. അപ്പോഴേക്കും നാട്ടുകാരെല്ലാം കൂടെ എന്നെ ചുമന്നുകൊണ്ട് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഭവനത്തിലേക്ക് ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അവിടെ കട്ടിലിൽ എന്നെ കിടത്തി. ബോധരഹിതനായി ഞാൻ അവിടെ കിടന്നുറങ്ങി. ആ സമയം കൊണ്ട് പിന്നീട് ഞാൻ അറിഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലുള്ള അനവധി ആൾക്കാർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട, ആനക്കയത്തിൽ രക്ഷപ്പെട്ട കുഞ്ഞിനെ കാണുവാൻ ജാതി മത ഭേദമന്യേ ഓടിക്കൂടുവാൻ ഇടയായി തീർന്നു. കാരണം ആ പ്രത്യേക സ്ഥലത്ത് എല്ലാ വർഷവും ചിലർ വെള്ളത്തിൽ വീണ് മരിക്കാറുണ്ടായിരുന്നു. 1986 മെയ് മാസം അതെൻ്റെ സമയമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെക്കുറിച്ച് മുൻ നിർണയമുണ്ടായിരുന്നത് കൊണ്ട് എന്നെ അവിടുന്ന് വിടുവിച്ചു. ഞാൻ ആ വെള്ളത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ആ അമ്മച്ചിയുടെ ഭവനത്തിൽ വന്ന്, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ, അകത്തെ മുറിയിൽ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ നല്ല ഉറക്കത്തിലാണ്. നാട്ടുകാരെല്ലാം കാണാൻ വരുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ദൈവശബ്ദം കേട്ടത്. അത് 1986 മെയ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. ഞാൻ കിടക്കുന്ന കട്ടിലിൽ ദൈവത്തിന്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചു. എന്നോട് ഇങ്ങനെയാണ് ദൈവാത്മാവ് വചനത്തിലൂടെ സംസാരിച്ചത്. 119-ാം സങ്കീർത്തനം 175-ാം വാക്യം. അത് പ്രകാരമാണ്: നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ, നിന്റെ വിധികളൊക്കെയും എനിക്ക് തുണയായിരിക്കട്ടെ. ആ വാക്യശകലം ആവർത്തിച്ച് എൻ്റെ കാതുകളിൽ കേട്ടു. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി, ആരുമില്ല. ഞാൻ മാരാമൺ കൺവെൻഷനിൽ നിന്ന് വാങ്ങിച്ച ഒരു ബൈബിൾ എൻ്റെ പക്കലുണ്ടായിരുന്നു, കട്ടിലിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചാടി എഴുന്നേറ്റ് ബൈബിൾ എടുത്തു, കട്ടിലിൽ നിന്ന് മുട്ടുകുത്തി താഴെ ഇരുന്നു. ഞാൻ മാത്രമേ മുറിയിൽ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. ആ ബൈബിൾ തുറന്ന് 119-ാം സങ്കീർത്തനം 169 മുതൽ 176 വാക്യങ്ങൾ ധ്യാനിപ്പാനും, അതിൽ 175-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവാത്മാവിനോട് വീണ്ടും ആവർത്തിച്ചു: എന്നെ സ്തുതിക്കേണ്ടതിനാണ് ഞാൻ നിന്റെ പ്രാണനെ ജീവനോടെ ശേഷിപ്പിച്ചത്. പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ഉള്ളിലേക്കൊരു കാര്യം ഓർമ്മിപ്പിച്ചു: നീ എനിക്കുള്ളവനാണ്, നീ എനിക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ ഇടം വലം നോക്കാതെ ആ വാക്യത്തിലോട്ട് കൈവച്ചിട്ട് നിറകണ്ണുകളോടുകൂടെ മുട്ടുമേലിരുന്നു കൊണ്ട് സമ്പൂർണമായി എൻ്റെ ജീവിതത്തെ, ഏകദേശം 15ഓളം വയസ്സാകുന്ന ആ പ്രായത്തിൽ, യേശുവിനെ അവിടെ വെച്ച് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു.
അതാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം. ഞാൻ രക്ഷിക്കപ്പെടാനുണ്ടായ കാരണം. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി മാത്രം. തുടർന്ന് ചില ദിവസങ്ങളോടുകൂടെ പാർത്തു. ഈ സംഭവം എൻ്റെ തേവലക്കരയിൽ, കൊല്ലം ജില്ലയിൽ തേവലക്കരയിൽ എൻ്റെ മാതാവോ പിതാവോ സഹോദരങ്ങളോ ആരും അറിഞ്ഞില്ല. ഞാൻ തിരിച്ച് അപ്പച്ചൻ്റെ കൂടെ, മാതാവിൻ്റെ പപ്പായുടെ കൂടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അപ്പച്ചൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് വീട്ടുകാരെല്ലാവരും അറിയുന്നത്. തുടർന്ന് എൻ്റെ SSLC പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞു. നല്ല മാർക്കോടെ പാസ്സായി. തുടർന്ന് പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയാണ്, +1 +2 പഠിക്കുവാനായിട്ട് കടന്നുപോയി. 12ാം ക്ലാസ്, 11, 12 ക്ലാസ്സുകൾ പഠിക്കുകയും അതിനുശേഷം എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു പ്രായം മുതലുള്ള ആഗ്രഹമാണല്ലോ കർത്താവിൻ്റെ വേല ചെയ്യുക, അതിനുവേണ്ടി സമർപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മർത്തോമാക്കാരായ ഞങ്ങൾക്ക്, എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും കുടുംബത്തിൽ എല്ലാവരും മർത്തോമാക്കാരാണ്. എനിക്ക് സുവിശേഷ വേല എന്ന് പറയുമ്പോൾ അന്ന് അറിയാവുന്ന ഒരൊറ്റ കാര്യം, വൈദികനാകുക, സെമിനാരിയിൽ കടന്നു പോവുക, വൈദികനാകുക, കർത്താവിൻ്റെ വേല ചെയ്യുക. എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ അനേക വൈദികരുണ്ട്. ആ സമയത്തും ഇന്നും തരകൻ കുടുംബത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് അനേകർ വൈദികരായിട്ടുണ്ട്. അടുത്ത തലമുറയിൽ നിന്ന് ഞാൻ അതിനുവേണ്ടി ദൈവമുമ്പാകെ സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുവാൻ കടന്നുപോയത്. തുടർന്ന് BCom പഠിക്കുവാനായിട്ട് കടന്നുപോയി. ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിക്കാൻ പോയത്. എന്നാൽ ആ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ വേദനാജനകമായ അനുഭവങ്ങളാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി വളരെ പ്രതിസന്ധികളുണ്ടായി. എൻ്റെ പിതാവ് ആദ്യമൊക്കെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നെങ്കിലും പിന്നീട് ദൈവത്തിൽ നിന്നകന്നൊരു ലോകമനുഷ്യനായി ജീവിക്കാനിടയായി തീർന്നു. അത് നിമിത്തമായി ഞങ്ങളുടെ കുടുംബത്തിലെ സമ്പത്തുകളെല്ലാം നഷ്ടമായി. ഏറ്റവും ദാരിദ്ര്യമായ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഇന്ന് ഞാൻ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാതിരിപ്പാൻ രണ്ടു തരമില്ല. വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെ ആണ് ഞങ്ങൾ കടന്നുപോയത്. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഡയറി, അനുഭവങ്ങൾ കുറിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതി വെച്ച ഒരു സാക്ഷ്യമുണ്ട്. I am a son of sorrow, ദുഃഖത്തിൻ്റെ പുത്രൻ എന്നാണ് എഴുതിയിരുന്നത്. കാരണം ജീവിതം മുഴുവനും ദുഃഖസാന്ദ്രമായിരുന്നു. സ്വസ്ഥതയോ സമാധാനമോ സാമ്പത്തിക ഉന്നതിയോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ എല്ലാവരാലും തള്ളപ്പെട്ട് ഞങ്ങൾ 6 പേരും, വളരെ 4 മക്കളും മാതാവും പിതാവും, പിതാവിൻ്റെതായ ജീവിതത്തിലെ പരാജയങ്ങൾ, സാമ്പത്തിക കെടുതികൾ ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ഒറ്റപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ മർത്തോമയിലായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു വന്നതും അന്ന് ലഭിച്ച ആത്മീയ പശ്ചാത്തലത്തിൽ, വെളിച്ചത്തിൽ കർത്താവിനെ സാക്ഷിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ കടന്നു പോകുവാനും പള്ളികളിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവമിടയാകും. എന്നാൽ നമ്മൾ മനുഷ്യരൊന്ന് ചിന്തിക്കുന്നു, ദൈവം മറ്റൊന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ആ വാക്യ ശകലം പോലെ ഞാൻ വിദ്യാഭ്യാസം BCom പൂർത്തീകരിച്ചാൽ കോട്ടയം MD സെമിനാരിയിൽ, മർത്തോമാ സെമിനാരിയിൽ കടന്നുപോയി ഒരു വൈദികനാകും എന്നുള്ളതായിരുന്നല്ലോ എൻ്റെ ആഗ്രഹവും സമർപ്പണവും താല്പര്യവും. എന്നാൽ എൻ്റെ 3rd ഇയർ, 3ാം വർഷ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ 2-2.5 മാസം മാത്രം ശേഷിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ ഒട്ടും സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു സാഹചര്യം കടന്നു വന്നു. ആ സമയങ്ങളിൽ ഞാൻ തന്നെത്താൻ ട്യൂഷൻ പഠിപ്പിച്ചാണ് എൻ്റെ വിദ്യാഭ്യാസം നടത്തിയതും വണ്ടി യാത്രകൾക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്.
15-ാമത്തെ വയസ്സ് മുതൽ 10ാം ക്ലാസ് പാസ്സായ ആ വർഷം മുതൽ തന്നെ, ആ ദിവസങ്ങൾ മുതൽ തന്നെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ചു. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചു പരാജയപ്പെട്ട സഹോദരങ്ങളെ പോലും പഠിപ്പിച്ചു. എൻ്റെ ദേശത്തൊരു ട്യൂഷൻ അധ്യാപകനായി പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ 5 വർഷവും ബികോം ഫൈനൽ വരെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ അവസാന വർഷത്തിൻ്റെ പരീക്ഷയ്ക്ക് 2.5 മാസത്തിന് മുമ്പ് എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം സ്വസ്ഥതയില്ല, സമാധാനമില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം. എങ്ങനെയെങ്കിലും അല്പസമയം ശാന്തമായിരുന്നു പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്തയിൽ അന്ന് എൻ്റെ മൂത്ത സഹോദരൻ, ഇന്ന് അടൂർ 7-ാം മൈൽ അസംബ്ലീസ് കോർട്ടിലെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബൈജു ജോൺ, അന്നൊരു ജോലിയുള്ള ബന്ധത്തിൽ ഗോവയിൽ വാസ്കോഡഗാമയിൽ ആയിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കത്തെഴുതി, എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, അല്പസമയം സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഉപവസിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. ഭവനത്തിൽ പറ്റിയൊരു സാഹചര്യമല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം നിർത്തിയിട്ട് അങ്ങോട്ട് വരികയാണ്. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ 1990 ഞാൻ കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് കടന്നുപോയി. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് അങ്ങനെ അവിടെ അസ്തമിച്ചു. ഒരുപക്ഷെ അത് ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു, താല്പര്യമായിരുന്നു എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം ഞാൻ ആ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചെങ്കിൽ ഇന്നൊരു പാസ്റ്ററായിട്ട്, ദൈവദാസനായിട്ട് ഇപ്രകാരം സുവിശേഷ വേലയിൽ ഇപ്രകാരം സാക്ഷിപ്പാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ വിലയേറിയതാകയാൽ, ഇപ്രകാരം വടക്കേന്ത്യയിൽ കർത്താവിനെ സേവിക്കണം എന്നുള്ളതാകയാൽ ഞാൻ ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പാകെ എൻ്റെ വിദ്യാഭ്യാസത്തെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ട് ഗോവയിൽ കടന്നുപോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മർത്തോമക്കാരനായിട്ട് മർത്തോമായ പള്ളികളിൽ മാത്രം പ്രസംഗിച്ചും പ്രാർത്ഥനയ്ക്ക് കൂടിയുമാണായിരുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഓർത്തഡോക്സ് ചർച്ചുകളിലും കർത്താവിന് സാക്ഷിയായി നിൽക്കുവാൻ, പ്രസംഗിപ്പാനും പ്രാർത്ഥന കൂട്ടങ്ങൾ നടത്തുവാനും, മർത്തോമയിലെ അന്നത്തെ മെത്രാപ്പോലീത്തയുടെ കൽപ്പന പ്രകാരം 3 ആഴ്ച ഗോവയിലുള്ള പള്ളികളിൽ പ്രാർത്ഥനകൾ നടത്തുവാനുള്ള അനുമതിയോടുകൂടെ ഞാൻ അവിടെ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിലായിരുന്നു, ചെറിയ ജോലിയുള്ള ബന്ധത്തിൽ. എന്നാൽ എൻ്റെ ജീവിതത്തെ ആകമാനമായി സുവിശേഷ വേലയിലേക്ക് പൂർണ്ണമായി മാറ്റിമറിച്ചൊരു കാലഘട്ടം കൂടെ ആയിരുന്നു 90-91 കാലഘട്ടങ്ങൾ. ആ സമയത്ത് ഞാൻ വളരെയധികം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പകൽ ജോലിക്ക് പോകും, ചില ദിവസങ്ങൾ സമയം വേർതിരിച്ച് ഉപവസിക്കാറുണ്ടായിരുന്നു. ഒരു പ്രത്യേക സമയത്ത് 7 ദിവസത്തെ ഉപവാസത്തോടുകൂടെ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഇപ്രകാരമാണ് 2ാമത്തെ വചനത്തിലൂടെയുള്ള ദൈവിക ഇടപെടൽ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പ് ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ ഹഠാത് ആകർഷിച്ചു. എന്താണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ദൈവം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ കണ്ടു, എന്നെ വിശദീകരിച്ചു, എന്നെ ജാതികളുടെ സുവിശേഷത്തിനായി കണ്ടിരിക്കുന്നു എന്ന്. അന്ന് ഞാൻ എൻ്റെ കർത്താവിന് മുമ്പാകെ ഒന്നുകൂടെ സമർപ്പിപ്പാനിടയായി തീർന്നു. തുടർന്ന് ആ സമയങ്ങളിൽ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നുള്ള ദൈവശബ്ദം ദൈവം എന്നെ കേൾപ്പിച്ചു. 3ാമതായി ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം അതാണ്. 4ാമതായി അവിടെ വെച്ചാണ് മറ്റൊരു വേദവാക്യം കൂടെ ദൈവാത്മാവിനോട് സംസാരിച്ചു. അതും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അത് പ്രകാരമാണ്, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്.
ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. എന്നെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം അരക്കിട്ടുറപ്പിക്കുന്ന വാക്യങ്ങളായിരുന്നു ഇതൊക്കെ. പ്രിയമുള്ളവരെ, ഒരു പാസ്റ്ററിൽ നിന്നോ സുവിശേഷങ്ങളിൽ നിന്നോ ഒരു പുരോഹിതനിൽ നിന്നോ കേട്ടതല്ല. ദൈവത്തിന്റെ വചനത്തിലൂടെ എന്നോട് ദൈവം ഇടപെടുകയായിരുന്നു. തന്നെയുമല്ല, അടുത്ത വാക്യത്തിൽ നീ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, പെരുവെള്ളം നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ പോയാൽ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഈ വാക്യം ധ്യാനിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകി തന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 1986 മെയ് മാസം 5-ാം തീയതി പമ്പാ നദിയുടെ ആഴത്തിൽ നിന്ന്, പെരുവെള്ളത്തിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചെടുത്തത് കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. അതിൻ്റെ വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ആഴമായ ദൈവസ്നേഹത്തിലേക്ക്, അതിലുപരിയായി ദൈവീക സമർപ്പണത്തിലേക്ക്, എന്ത് ത്യാഗം സഹിച്ചും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. ഞാനൊരു മർത്തോമക്കാരനായിരിക്കുമ്പോഴാണ് ഈ വാക്യങ്ങളെല്ലാം ദൈവം എനിക്ക് നൽകിയെന്നുള്ളത് കൂടെ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ. തുടർന്ന് 91 അവിടെയുള്ളതായ മർത്തോമ പള്ളിയിലെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ ഓർത്തഡോക്സ് പള്ളിയിലാണ് ഞാൻ അവസാനമായി പ്രസംഗിച്ചത്. അത് കഷ്ടാനുവാഴ്ച എന്ന് പറയുന്ന ഹോശാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള 7 ദിവസത്തെ ആകാശ ആഴ്ചയിലെ അവിടുത്തെ മങ്കൂർ എന്ന ഓർത്തഡോക്സ് പള്ളിയിലെ മുഖ്യ പ്രസംഗകനായിരുന്നു ഞാൻ. ഈസ്റ്റർ ദുഃഖവെള്ളിയാഴ്ച 3 പ്രസംഗമാണ് ഞാൻ ആ പള്ളിയിൽ പ്രസംഗിച്ചത്. ഈസ്റ്ററിന്റെ മെസ്സേജ് കഴിഞ്ഞ അടുത്ത ആഴ്ചയാണ് ദൈവനാമത്തിൽ ദൈവത്തിന് മഹത്വമർപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഗോവയില് അറബിക്കടലില് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാനിടയായി തീർന്നു. ഞാൻ എൻ്റെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. മർത്തോമയിലായിരിക്കുമ്പോൾ അച്ഛന്മാരുടെ കൂടെ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്ന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, തലത്തൊട്ടപ്പനായിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ 20-ാമത്തെ വയസ്സിൽ ഞാൻ ഗോവയിൽ വാസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് അറബിക്കടലിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് എൻ്റെ ജ്യേഷ്ഠൻ എന്നോടൊപ്പമുണ്ട്. എന്നാൽ അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല. ഞാൻ അവിടെയുള്ള ഒരു ദൈവദാസനോട് ചെന്ന് കണ്ട് അങ്ങോട്ട് പറയുകയായിരുന്നു എനിക്ക് സ്നാനപ്പെടണമെന്ന്. അദ്ദേഹം എന്നെ ആദ്യം വിലക്കി. എന്നാൽ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ദിവസം തിരുവചനം വായിക്കുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായം എന്നെ ശക്തമായി എൻ്റെ ഉള്ളിലേക്ക് ചില വചനങ്ങൾ ദൈവാത്മാവ് തരുവാൻ ഇടയാക്കി തീർത്തു. അത് ഇപ്രകാരമായിരുന്നു: കൃപ വരുവേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണ പങ്കാളിത്തത്തിൽ, മരണപുനരുത്ഥാനത്തിൽ ഏകീഭവിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്നുള്ള പദം എൻ്റെ ഉള്ളിൽ ശക്തമായി ക്രിയ ചെയ്തു. ഞാനതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചു, പഠിക്കുവാനിടയായി തീർന്നു. ആ വാക്യമാണ് എന്നെ വിശ്വാസ സ്നാനത്തിലേക്ക്, ജലത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ഇടയാക്കി തീർത്തത്. എൻ്റെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ആദ്യ ഫലമായി എൻ്റെ കുടുംബത്തിൽ നിന്ന് 20-ാമത്തെ വയസ്സിൽ ആദ്യമായി കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ദൈവം എനിക്കിടയാക്കി. ഞാൻ തുടർന്ന് നാട്ടിൽ കടന്നു വരുവാനുള്ള അവിടെ ഒരു കൂട്ടായ്മ, ചർച്ചകോടിലെ വാസ്കോയിലെ കൂട്ടായ്മയിൽ അവിടെയുള്ള 2 ദൈവാസന്മാരോടൊപ്പം കൂട്ടായ്മ ആചരിച്ചിരുന്നു. അവിടെയാണ് സ്നാനപ്പെട്ടത്. എന്നാൽ അവിടെയുള്ള ദൈവാസന്മാർ ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവരെന്നെ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് അഡ്മിഷൻ, അവർ 2 പേരും അവിടെയാണ് പഠിച്ചത്. പാസ്റ്റർ ആൻഡ്രൂസ്, പാസ്റ്റർ മാത്യൂസ്, അവർ 2 പേരും കൂടെ എന്നെ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് റെക്കമെൻഡ് ചെയ്തു. എനിക്ക് അഡ്മിഷൻ മേടിച്ചു തന്നു, ഫോം ഫില്ലപ്പ് ചെയ്തു. എന്നാൽ ഞാൻ നാട്ടിലേക്ക്
പോയി മാതാപിതാക്കളെ കണ്ട് ജൂൺ മാസം ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിൽ പോകുവാൻ ആഗ്രഹിച്ച് നാട്ടിലേക്ക് കടന്നുപോയി. അത് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പിതാവ് എന്നെ ശക്തമായി എതിർത്തു. ഇവിടെ പെന്തക്കോസ് അനുഭവത്തിലേക്ക്, പെന്തക്കോസ് കൂട്ടായ്മയിലേക്ക് കടന്നു പോകുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ശക്തമായി എതിർത്തു. ഞാൻ ഒരാഴ്ച എങ്ങും പോയില്ല, വീട്ടിൽ നിന്ന് ആരാധിച്ചു. തൊട്ടടുത്ത ആഴ്ചയിൽ അവിടെയുള്ള തേവലക്കര ചർച്ച ബോർഡിന്റെ ഒരു പൈനിയർ വർക്ക് ആരംഭിച്ചിരുന്നു. അവിടെയുള്ള ദൈവദാസന്റെ വീട്ടിലേക്ക് തിരഞ്ഞു പിടിച്ച് അവിടെ ചെന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ദൈവദാസന്റെ ഭാര്യ കർത്തൃദാസി ചില മാസങ്ങൾക്ക് മുൻപ് ദർശനം കണ്ടിരുന്നു. പ്രിയ യൗവനക്കാരൻ ഇവിടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ കർത്തൃദാസി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആ പാഴ്സനേജിന്റെ വാതിലോട്ട് കയറുമ്പോൾ ഞാൻ ദർശനത്തിൽ കണ്ട ചെറുപ്പക്കാരൻ ഈ വരുന്ന ആളാണെന്ന് പറഞ്ഞു. അതെന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. എൻ്റെ സ്വദേശത്തും എൻ്റെ കൂട്ടുകുടുംബങ്ങളിലും ഒക്കെ എനിക്ക് ശക്തമായ ഒരു പരസ്യമായ എതിർപ്പല്ലെങ്കിലും അല്പമായ പ്രയാസങ്ങൾ നേരിട്ടതുകൊണ്ട് ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. വീണ്ടും ദൈവവചനം ഇടപെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും എല്ലാ യഹൂദ്യയിലും സമരയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, കുഞ്ഞെ, ആദ്യം യെരൂശലേമിലാണ്. നിന്റെ ഈ സ്വദേശത്ത് നീ ആദ്യം കർത്താവിന്റെ സാക്ഷിയാകണം. ആ വാക്യത്തിന് മുമ്പാകെ ഞാൻ നിറകണ്ണുകളോടൊന്ന് പറയട്ടെ, എനിക്ക് ലഭിച്ച അഡ്മിഷൻ ഞാൻ ക്യാൻസലാക്കി. ഒരു മനുഷ്യനോടും ചോദിക്കാതെ ഗോവയിലുള്ള ദൈവാസനോട് പറഞ്ഞു, ഈ വർഷം ഞാൻ പോകുന്നില്ല. എൻ്റെ സ്വദേശത്ത് എൻ്റെ യേശുവിനെ എനിക്ക് ഉയർത്തണം. പ്രിയമുള്ളവരെ, ആ ഒരു വർഷം ഞാൻ അവിടെയുള്ള ചർച്ചിനോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുകയും അടുത്തുള്ള അനേക കുടുംബങ്ങളിൽ സൺഡേ സ്കൂളുകൾ നടത്തുവാനിടയായിട്ടുണ്ട്. ജാതി മത ഭേദമന്യേ CSI, മർത്തോമ, ഹൈന്ദവ കുടുംബങ്ങളിൽ ഞാൻ അനേകിടങ്ങളിൽ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ള ഭവനങ്ങളായതുകൊണ്ട് എനിക്ക് സൺഡേ സ്കൂൾ നടത്തുവാൻ യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം ആളാമ്പ്രതി സുവിശേഷ വേലയും ഡോർ ടു ഡോർ വീട് തോറും കയറിയുള്ള സുവിശേഷ പ്രവർത്തനവും ആ ഒരു വർഷം നടത്തുവാൻ ദൈവമിടയാക്കി. ഞാനൊരു മർത്തോമ സെമിനാരിയിൽ വൈദികനാകാൻ വേദവചനം പഠിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒരു പെന്തക്കോസ് സെമിനാരിയിൽ, അടൂർ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 1992 മുതൽ 96 വരെ ദൈവവചനം പഠിക്കുവാൻ ദൈവം എനിക്കിടയാക്കി. ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും നാട്ടിൽ പെന്തക്കോസ്കാരായിട്ടില്ല. ദൈവമത്തിന് വേണ്ടി പറയട്ടെ, ഞാൻ സെമിനാരിയിലായിരിക്കുമ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കർത്തൃദാസൻ ഡോക്ടർ ടി ജി കോയ് സാറ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ചാപ്പലിൽ കടന്നു വന്നിട്ട് ചില സമയത്ത് ഒരു പാട്ട് പാടുമായിരുന്നു. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ നിൻ വിളി കേട്ട്. ആ അഭിഷിക്തൻ അത് പാട്ട് പാടുമ്പോൾ അതിൻ്റെ അലയടികൾ എൻ്റെ കാതുകളിലൂടെ ഹൃദയത്തിലാണ് പതിഞ്ഞത്. അതെൻ്റെ ജീവിതത്തിലെ അനുഭവമായിരുന്നു. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, ആരോടും ചോദിക്കാൻ പോയില്ല, ഇറങ്ങി പ്രിയന്റെ വിളി കേട്ട്. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ നോക്കിയില്ല, മുന്നിൽ എന്താണെന്ന് ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ 4 വർഷം അവിടെ വിദ്യാഭ്യാസം പൂർത്തീകരിപ്പാനും എൻ്റെ ഗ്രാജുവേഷൻ സമയമായപ്പോൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് അനവധി ആൾക്കാരെ പെന്തക്കോസ് അനുഭവത്തിലേക്ക് എൻ്റെ ദൈവം കൊണ്ടുപോകാനിടയായിത്തീർന്നു. അതിനിടയിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അതേ ഗോവയിൽ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ജലത്തിൽ സ്നാനപ്പെടുകയും തുടർന്ന് എൻ്റെ മാതാവും സഹോദരങ്ങൾ ഓരോരുത്തരായി കർത്താവിനെ ആരാധിപ്പാൻ
വേർപെട്ട് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൊണ്ടുവരുത്തി. പ്രിയ ദൈവജനമേ, ഞാൻ അതിന് വില കൊടുത്തു. ഇന്ന് ഞാൻ നിറകണ്ണുകളോടെ മാത്രമാണ് അത് പറയുന്നത്. ഞാൻ കൊടുത്ത വില മറ്റൊന്നുമല്ല, ഉപവാസവും കണ്ണുനീരും പ്രാർത്ഥനയും എഴുതി വെച്ച്, എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും പേരെഴുതി വെച്ച് ദൈവത്തോട് ഞാൻ പ്രകാരം പ്രാർത്ഥിച്ചു. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ സകലത്തെയും എനിക്ക് തരണം, സകലരെയും വെള്ളത്തിലേക്ക് സത്യാരതയിലേക്ക് കൊണ്ടുവരണമെന്ന് വാക്കും ഭാഷണവും കൂടാതെ സെമിനാരിയിലെ ഹോസ്റ്റൽ റൂമിൽ ആ വാട്ടർ ടാങ്കിന്റെ മുകളില് ഉച്ച സമയത്തും രാത്രിയിലും ഒക്കെ ഒറ്റയ്ക്ക് ഏകനായ വിശ്വാസത്തിൽ ഇറങ്ങുന്നവരുടെ തിക്താനുഭവങ്ങൾ പറഞ്ഞറിയിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഞാനതിന്റെ ഫലം എൻ്റെ ദൈവം എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് കാണിക്കുവാനിടയായി തീർന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കർത്തൃവേലയിലായിരിക്കുന്നു, ഇളയ സഹോദരൻ കർത്തൃവേലയിലായിരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ കർത്തൃവേലയിലായിരിക്കുന്നു, അവരുടെ മക്കൾ കർത്തൃവേലയിലായിരിക്കുന്നു. 10ഓളം പാസ്റ്റേഴ്സ് ഇന്ന് എൻ്റെ കുടുംബത്തിലുണ്ട്. ഒരിക്കൽ അച്ഛന്മാർ മാത്രമുള്ള കുടുംബത്തിൽ നിന്ന് അതിലധികം പാസ്റ്റേഴ്സ് ഇന്ന് കർത്താവിനെ സേവിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഫൈനൽ ഇയർ ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ സ്വദേശം, ഞാൻ എവിടെയാണോ മരണത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചത്, അതേ അത്തിക്കയത്ത്, അതേ മടന്തമണ്ണിനടുത്ത് കിടുമീഞ്ചിറയിൽ എൻ്റെ മാതാവിൻ്റെ അച്ഛൻ്റെ അമ്മച്ചിയുടെയും അമ്മാച്ചന്മാരുടെ ഭവനത്തിൽ കടന്നു ചെന്ന് അവരുടെ ഒരു പാസ്റ്റർ ആയിരിക്കാൻ വെള്ളിയാഴ്ച മണക്കാലയിൽ നടൂരിൽ നിന്ന് മടന്തമണ്ണിലേക്ക് കടന്നു പോവുകയും ആ കിടുമീഞ്ചിറയിൽ ആ എൻ്റെ മാതാവിന്റെ ഭവനത്തിൽ കൂട്ടായ്മ ആചരിപ്പാനും എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും എൻ്റെ അമ്മാച്ചനെയും അമ്മായിയും ഒക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ സ്നാനത്തിലേക്ക് നയിപ്പാൻ, അവരുടെ ഒരു പാസ്റ്റർ ആയിരിക്കാനും ദൈവം എനിക്കിടയാക്കി. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. അതൊക്കെയാണ് ഇന്ന് തന്നെ വടക്കേ ഇന്ത്യയിൽ ജാതികളുടെ ഇടയിൽ, തദ്ദേശവാസികളുടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പ്രേരക ശക്തിയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് 96 ദൈവം തന്ന ദർശനം, ദൈവം വിളി അനുസരിച്ച് 96 തന്നെ മണക്കാലയിൽ നിന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു പാസ്റ്ററായിട്ട് ഗുജറാത്തിലേക്ക് കടന്നു വരുവാനും, സൂററ്റിൽ ഷാരോന്റെ ഒരു പൈനിയർ വർക്ക് എന്നോടൊപ്പം പഠിച്ച കർത്താനദാസൻ പാസ്റ്റർ ബിജു ഫിലിപ്പ് ഞങ്ങൾ ഒരുമിച്ച് 2 വർഷം സൂററ്റിൽ പ്രവർത്തിപ്പാനിടയായി തീർന്നു. തുടർന്ന് വീണ്ടും 2ാം വർഷം മുതൽ വീണ്ടും സെമിനാരിയിൽ കടന്നു വന്ന് അടുത്ത BD ഡിഗ്രിയും എടുക്കുവാൻ ദൈവമിടയാക്കി. നല്ല മാർക്കോടെ പാസ്സാകുകയും തുടർന്ന് ഹയർ സ്റ്റഡീസിന് വേണ്ടി കടന്നു പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആ സമയങ്ങളിലാണ് ഗ്രാജുവേഷന് ശേഷം 99 എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ജീവിത പങ്കാളിയായി കർത്താവ് എനിക്ക് തന്നത് നിരണത്ത്, പ്രത്യേകിച്ച് വളഞ്ഞവട്ടം IPC ചർച്ചിലെ കൂട്ടായ്മ ആചരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ബ്ലെസ്സി ജോൺ. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ദൈവജനമേ, എനിക്ക് ഹിന്ദി, ഞാൻ പഠിക്കുമ്പോൾ ഹിന്ദിയിൽ നല്ല മാർഗമൊക്കെ വാങ്ങിച്ചെങ്കിലും ഹിന്ദിയിൽ സംസാരിപ്പാൻ എനിക്കറിയില്ലായിരുന്നു. ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാണ്. വടക്കേന്ത്യയിലേക്ക് എന്നെ ദൈവം വിളിച്ചു കൊണ്ടുവന്നപ്പോൾ എനിക്ക് കൂട്ടായി തന്ന ദൈവദാസി ആൻഡമാൻസിൽ ബോൺ ആൻഡ് ബോട്ടപ്പാണ് ജനിച്ചു വളർന്ന് 4ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തുടർന്ന് ഹിന്ദി മീഡിയത്തിൽ പഠിച്ച് വളരെ നല്ലവണ്ണം ഹിന്ദി ഭാഷയിൽ പ്രാർത്ഥിക്കുവാനും ദൈവവചനം പറയുവാനും ദൈവം ഒരുക്കിയ ഒരു ജീവിത പങ്കാളിയെ സിസ്റ്റർ ബ്ലെസ്സി ജോണിനെ ദൈവം എനിക്ക് തന്നു. 99 ജൂൺ മാസം ഞങ്ങൾ ഒരുമിച്ച് അഹമ്മദാബാദ് പട്ടണത്തിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെ ബാവള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ സബർമതി ചർച്ചിനുള്ള ബന്ധത്തില് ഔട്ട് സ്റ്റേഷനായിട്ട് ഒരു പൈനിയർ വർക്ക് ആരംഭിക്കാനിടയായി തീർന്നു. ഏകദേശം 1 വർഷം അവിടെ പ്രവർത്തിക്കുകയും ആ സമയങ്ങളിലാണ് ഞങ്ങൾക്ക് ദൈവദാനമായി
ഒരു പൈതലിന് ദൈവം തരുവാനിടയായി തീർന്നു. അവൾ ജനിച്ചത് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണെങ്കിലും ആ സമയത്ത് ഞങ്ങൾ അവിടുന്ന് ആനന്ദ് എന്ന സ്ഥലത്തേക്ക് കടന്നു വരികയും തുടർന്ന് 6 വർഷക്കാലം ആനന്ദിൽ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ആനന്ദിൽ വെച്ചാണ് എനിക്ക് 2 ആൺമക്കളെ കൂടെ ദൈവം തന്നത്. അതിനകത്ത് അനുഭവങ്ങൾ, അതിനകത്തൊക്കെ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളുണ്ട്. മൂത്ത മകൻ 2002 സ്റ്റീവ് ബി ജോൺ എന്ന അഭിഷേക് ദൈവം ഞങ്ങൾക്ക് തന്നു. 2006 ഇളയ മകൻ ഷമ്മ ബി ജോൺ, ആമോസ് എന്ന് വിളിക്കുന്ന പ്രിയ പൈതലിനെ ദൈവം തന്നു. 2006 മെയ് മാസം ഗുജറാത്തിൽ ബറോഡയിലേക്ക് കടന്നു വന്നു. അതിനിടയിൽ അനേക IPC ബൈബിൾ കോളേജിലും പ്രത്യേകിച്ച് വാപ്പി, വൽസാട് പ്രദേശങ്ങളിലുള്ള ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുവാൻ ദൈവം എനിക്കിടയാക്കി. ബറോഡയിലും ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു 40 ദിവസം ഉപവാസം നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. 2007, 2008 കാലഘട്ടങ്ങൾ വീണ്ടും ഒരു ദൈവവിളിയുടെ, ദൈവിക നിയോഗത്തിന്റെ മറ്റൊരു അധ്യായം കുറിക്കുകയായി. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ഇതിനായിട്ടല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ജാതികളുടെ ഇടയിലേക്ക് എൻ്റെ നാമത്തിന് വേണ്ടി പോകണമെന്നുള്ള നിയോഗം തന്നപ്പോൾ 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ ആ ഉപവാസത്തിന്റെ ഇടയിലാണ് രഹബോത്ത് എന്ന ശബ്ദം ദൈവം എന്നെയും ദൈവദാസിയും കേൾപ്പിച്ചു. 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കൂടെ കൺഫർമേഷന് വേണ്ടി, ഉറപ്പിന് വേണ്ടി വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഉപവസിച്ചു. തദനന്തരം 2008 മെയ് മാസം 18-ാം തീയതിയാണ് രഹബോത്ത് ഫെലോഷിപ്പ് ചർച്ച്, രഹബോത്ത് മിനിസ്ട്രി എന്നുള്ള മിനിസ്ട്രി ആരംഭിക്കാനിടയായി തീർന്നത്. മുമ്പേ ഞാൻ പാടിയതുപോലെ, പറഞ്ഞതുപോലെ, ആഴിയെന്നോർക്കാതെ, ആഴമെന്നറിയാതെ പ്രിയ ദൈവദാസീദാസന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശ്വാസ ജീവിതം എന്താണെന്ന് അന്നു മുതലാണ് ദൈവം ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇന്ന് ഞാൻ ഇനി എൻ്റെ മിനിസ്ട്രി എക്സ്പീരിയൻസ് ആണ് പറയുവാൻ ചില മിനിറ്റുകൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തൃവേലയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. 4 വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. സങ്കീർത്തനം അതെൻ്റെ ഹൃദയത്തിൽ ദൈവം എഴുതി ചേർത്തതും എൻ്റെ തലച്ചോറിൽ നിറഞ്ഞു നിൽക്കുന്നതും എല്ലാ ദിവസവും ഉരുവിടുന്ന ശബ്ദങ്ങളാണ്. എന്നെ ഇന്ന് വിശ്വാസത്തിൽ നടത്തുന്ന പദങ്ങൾ. 1, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. 2, എബ്രായർ 10:38, മൈ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 3, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, ഐ ക്യാൻ ഡു എവറിത്തിങ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഒന്നുകൂടെ ഉണ്ട് ദൈവമക്കളെ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ക്രിസ്തുയേശു തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ഈ 4 വാക്യങ്ങളാണ് എന്നെ വിശ്വാസ ജീവിതത്തിൽ അരക്കിട്ടുറപ്പിക്കുവാനിടയായി തീർന്നത്. 3 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഒരു വാടക വീട്ടിലേക്ക് 2008 മെയ് മാസം 18-ാം തീയതി ഇറങ്ങിത്തിരിക്കുമ്പോൾ മുമ്പിൽ എന്താണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒറ്റ കാര്യം, ഞാൻ മർത്തോമയിലായിരിക്കുമ്പോൾ എൻ്റെ കാതുകളിൽ കേട്ടത്, എൻ്റെ ഹൃദയത്തിൽ ദൈവം കുറിച്ചിട്ടത്, ജാതികളിടയിൽ എൻ്റെ നാമത്തിന്റെ മൊത്തത്തിനായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ആ വാക്കിന് മുമ്പിൽ മാനുഷിക വാക്കുകൾക്കൊന്നും സാഹചര്യങ്ങൾക്കൊന്നും ഇടം കൊടുക്കാതെ വിളിച്ചവനെ പ്രസാദിപ്പിക്കേണ്ടതിന് പൂർണ്ണമായിട്ട് വിട്ടിറങ്ങി. ഒത്തിരി തിക്താനുഭവങ്ങളുണ്ടായി. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം 2008 മുതലാണ് ഞാൻ അനുഭവിച്ചറിയേണ്ടതായി തീർന്നത്.
എന്നാൽ ദൈവം പണിതെടുക്കുന്ന കാലഘട്ടങ്ങളാണ് ഇതൊക്കെ. എങ്ങനെ ഏത് കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? ആര് സഹായിക്കും? വാടകയ്ക്ക് അതുവരെ പാർസനേജുകളിൽ ഒരു വാടകയും കൊടുക്കാതെ മാസശമ്പളത്തോടും എല്ലാ അലവൻസോടും കൂടെ പാർത്തിരുന്ന ഒരു പാസ്റ്ററായ, മലയാളി പാസ്റ്ററായ എനിക്ക്, ഓർഡൈൻ പാസ്റ്ററായ എനിക്ക്, ബൈബിൾ കോളേജ് അധ്യാപകനായ എനിക്ക് ക്രിസ്തീയ ജീവിതം വടക്കേ ഇന്ത്യയിലെ ലോക്കൽസിന്റെ ഇടയിൽ, ഗുജറാത്തികളുടെ ഇടയിൽ, ഹിന്ദിക്കാരുടെ ഇടയിൽ എങ്ങനെ ദൈവവചനം അറിയിക്കുകയും എങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നുള്ള ആദ്യാക്ഷരങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയായിരുന്നു. ഗുജറാത്തിൽ ബറോഡയിൽ ഒരു ഹിന്ദി ആരാധന ആരംഭിച്ചു. ഞങ്ങൾ വാടകയ്ക്ക് പാർത്ത വീട്ടിൽ. അവരൊരു മെത്തഡിസ്റ്റ് ചർച്ചിൽ പോകുന്നവരായിരുന്നു. താഴെ അവർ മുകളിൽ താമസിക്കുന്നു, താഴെ ഞങ്ങൾ. അവിടെ ആരാധന തുടങ്ങി. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബം ഞങ്ങളോടൊപ്പം കടന്നു വന്നു. ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി പറയട്ടെ, ആ കുടുംബം ഇന്ന് ഞങ്ങളോടൊപ്പം പൂർണ്ണമായി ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നു. അവിടുത്തെ മകളെ, അവിടുത്തെ ചിലരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്കിടയാക്കി. തുടർന്ന് രാജസ്ഥാനിലെ ആദിവാസികളുടെ ഇടയിലേക്ക്, സൗരാഷ്ട്രയിലെ നോർത്ത് കേരള, ഗുജറാത്തിലെ സൗരാഷ്ട്ര ഏരിയയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി അനേകിടങ്ങളിൽ കർത്താവിന് സാക്ഷിയെ തീർക്കുവാനിടയായി തീർത്തു. അതോടൊപ്പം രാജസ്ഥാനിലെ ബാസ്വാഡ ജില്ലയിലെ അനവധി ഗ്രാമങ്ങളിൽ, രാജസ്ഥാനിലെ അനവധി ഇടങ്ങളിലേക്ക് കർത്താവ് തൻ്റെ പ്രവൃത്തിയെ വിശാലതയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ 2009 മധ്യപ്രദേശില് കർത്താവിൻ്റെ വേല ആരംഭിക്കുവാൻ ഹിന്ദിക്കാരുടെ ഇടയിൽ, ട്രൈബൽസിൻ്റെ ഇടയിൽ, ആദിവാസികളുടെ ഇടയിൽ പോയി കർത്താവിൻ്റെ വേല ആരംഭിക്കുവാനും ചില ദൈവദാസന്മാരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുവാനും എന്നോടൊപ്പം പാർത്തുകൊണ്ട് 2 വർഷവും 1.5 വർഷവും ഒക്കെ ഞങ്ങളുടെ ഭവനത്തിൽ പാർത്തുകൊണ്ട്, അപ്പോൾ തന്നെ ബൈബിൾ കോളേജിനായിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവരെ അവിടെ പാർപ്പിച്ച് എന്നോടൊപ്പം വാഹനങ്ങളിൽ സഞ്ചരിപ്പിച്ച് സുവിശേഷ വേല അഭ്യസിപ്പിച്ച് ജലത്തിൽ സ്നാനപ്പെടുത്തി കർത്താവിൻ്റെ വേലയിൽ ഇന്ന് 4 സംസ്ഥാനങ്ങളിൽ, ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന തദ്ദേശവാസികളായ ഒരൊറ്റ മലയാളി പാസ്റ്റർമാരില്ല, ഒരൊറ്റ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പാസ്റ്റർമാരില്ല. എല്ലാം ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അതിലെ 90% ആൾക്കാരെയും ഞാൻ തന്നെ സ്ഥാനപ്പെടുത്തി തിരുവചനം പഠിപ്പിച്ച് എന്നീ 4 സംസ്ഥാനങ്ങളിലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. ഞാൻ ഒരു കാര്യം കൂടെ ദൈവമഹത്വത്തിന് വേണ്ടി ഓർപ്പിക്കട്ടെ. ഞാൻ അറബിക്കടലിൽ ഒറ്റയ്ക്ക് വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ ഒരു സ്നാനം എങ്ങനെയാണ് പാസ്റ്റർമാർ സ്നാനപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ 100 കണക്കിന് ആൾക്കാരെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും നദിയിൽ നിന്നുകൊണ്ട് 4-5 മണിക്കൂറുകൾ ജലത്തിൽ സ്നാനപ്പെടുത്തുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പും ഒരു ഓർത്തഡോക്സ് സഹോദരനെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. കഴിഞ്ഞ നാളുകളിലൊക്കെ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ജാതി മത വർണ്ണ ഭേദമന്യേ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ബൈബിൾ കോളേജ് തദ്ദേശവാസികളായ ദൈവജനത്തെ പഠിപ്പിച്ച് കർത്താവിന്റെ വിലയിലാക്കുവാൻ കോവിഡിന്റെ സമയം വരെയും ബറോഡയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ബൈബിൾ കോളേജ് നടത്തിക്കൊണ്ടിരുന്നാൽ കോവിഡ് കടന്നു വന്ന സമയം മുതൽ ഓൺലൈൻ ബൈബിൾ കോളേജായിട്ട് ഹിന്ദി മീഡിയത്തിലെ 3 വർഷത്തെ BTS കോഴ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ 9-10 സംസ്ഥാനങ്ങളിൽ നിന്നും, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മറ്റനേക സംസ്ഥാനങ്ങളിൽ നിന്ന് അനേകർ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ കഴിഞ്ഞ 1 വർഷമായി മലയാളം മീഡിയത്തിലെ 3 വർഷത്തെ BTS കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ദൈവം എന്നെ നടത്തിയ ക്രിസ്തീയ പഠിപ്പിച്ച ക്രൈസ്തവ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുന്ന പ്രേക്ഷകരോട്, എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ
അനുഗമനത്തെ ദൈവം സ്ഥിരമാക്കുന്നു. മറ്റൊന്ന്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആധികാരികത ഈ നാളുകൾ ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ നാളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും എന്നോടൊപ്പമുള്ള ദൈവദാസന്മാരും കുടുംബങ്ങളും ചെയ്യുന്ന ഒറ്റ ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രയർ. ഒന്നുകൂടെ ചോദിച്ചാൽ പ്രയർ. മൂന്നാമതും ചോദിച്ചാൽ പ്രാർത്ഥന. പ്രയർ ക്യാൻ ചേഞ്ച് എനി പേഴ്സൺ. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ പറയട്ടെ, പ്രയർ ക്യാൻ ചേഞ്ച് എവരി സിറ്റുവേഷൻ. ഇന്ന് ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവനിയോഗത്തിനായി, ദൈവത്തിൻ്റെ കയ്യിലിണങ്ങിയ ആയുധമായി പ്രാർത്ഥനയിൽ സമയങ്ങളെ വേർതിരിക്കുന്ന, ദൈവത്തോട് പറ്റിയിരിക്കുന്ന തൻ്റെ ദാസീദാസന്മാരെയാണ്. അപ്പോൾ തന്നെ ഇന്ത്യയുടെ ഉണർവിനു വേണ്ടി 28 സംസ്ഥാനങ്ങളെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും എല്ലാ ദിവസങ്ങളും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടായിരിക്കുന്നു. മറ്റൊരു ശുശ്രൂഷ, കോവിഡ് തുടങ്ങിയ സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാ, ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച മറ്റൊരു വാക്യം കൂടെ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. ഞാൻ ആ പഠന കളരിയിലാണ്. ഞാനിന്ന് കർത്താവിൻ്റെ വില ചെയ്യുമ്പോൾ തന്നെ ഞാനും ഒരു അഭ്യസന കളരിയിലാണ്. ആ എൻ്റെ പഠന കോഴ്സിൻ്റെ പേര് 22:30. ദാറ്റ് മീൻസ് എഹെസ്കേൽ 22:30. ദൈവം എന്നോട് പറഞ്ഞത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുവാൻ എൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു. എഹെസ്കേൽ 22:30. ആരെയും കണ്ടില്ല. ആ എഹെസ്കേലിനോട് ദൈവം സംസാരിച്ച ശബ്ദം സെമിനാരിയിലായിരിക്കുമ്പോൾ ദൈവം എന്നെ കേൾപ്പിച്ചതാണ്. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അതിൻ്റെതായ ഓരോ സ്റ്റെപ്പുകൾ ദൈവം എന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദേശത്തിനു വേണ്ടി കരയുക. രാത്രിയുടെ ഓരോ യാമങ്ങളിലും, യാമാരംഭങ്ങളിലും, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പറയുന്നത് പോലെ യിരെമ്യാവിനെ പോലെ വിലപിച്ചുകൊണ്ട് ദേശത്തിന് വേണ്ടി കരയുവാൻ ദൈവം നിയോഗം തന്നു. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ. ഇന്ന് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ, ദൈവനാമത്തിനു വേണ്ടി പറയട്ടെ, ഒരു ലോക്കൽ ചർച്ച് ബറോഡയിലുണ്ട്. ഗ്രാമങ്ങളിൽ ഈ 4 സംസ്ഥാനങ്ങളിലും കൂട്ടായ്മകള്, ദൈവദാസന്മാർ എല്ലാ മാസവും പാസ്റ്റേഴ്സിന്റെ കൂട്ടായ്മകളുണ്ട്. 3 ദിവസം 4 ദിവസം ഗ്രാമങ്ങളിൽ പോകുന്നു. അടുത്ത ആഴ്ചയും ഈ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുന്നു. എന്നാലും ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ശുശ്രൂഷ, രാത്രി വൈകിട്ട് 6 മണിയാവുമ്പോൾ, ഇപ്പോൾ ഈ സമയത്തും 1-ാം യാമത്തിലെ പ്രാർത്ഥന ദൈവദാസന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. 9 മണിയാവുമ്പോൾ 2-ാം യാമത്തില് മിഡ് നൈറ്റ് പ്രയർ, ആദ്യ രാത്രിയില്, അർദ്ധരാത്രിയില് 12 മണി മുതൽ 12:30 വരെയും പ്രാർത്ഥിപ്പാൻ. തദനന്തരമായി 3 മണിക്കും മോർണിംഗിൽ 5 മണി മുതൽ 6 മണി വരെ പാസ്റ്റേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിലും. രാത്രിയാമങ്ങളിൽ ഇപ്പോൾ തന്നെ കർത്തൃദാസി രാത്രിയിൽ 12 മണി മുതൽ രാവിലെ 5 മണി വരെ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥനയിൽ വർഷങ്ങളായി ദൈവസന്നിധിയിലായിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ ക്രിസ്തുവിലായി തീരുവാൻ, നമ്മുടെ ഭാരതം ദൈവശബ്ദം കേൾക്കുവാൻ, ലോകം കർത്താവിനെ അറിയുവാൻ പ്രാർത്ഥിക്കുന്ന സഭകളെ ദൈവം അന്വേഷിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ ദൈവം അന്വേഷിക്കുന്നു. ദൈവവചനാടിസ്ഥാനത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കഴിഞ്ഞ ഏകദേശം 18 വർഷത്തോളമായി വിശ്വാസ ജീവിതം വാടക വീട്ടിൽ പാർത്തുകൊണ്ടും ആലയത്തിനും വീടിനും അപ്പോൾ തന്നെ മിനിസ്ട്രിക്കും ഒരു കടവും ഒരു മനുഷ്യനോടും ചോദിക്കാതെ വിശ്വാസത്താൽ ദൈവം നൽകുന്നതിനൊത്തവണ്ണം ഒത്തിരി തിക്താനുഭവങ്ങൾ പ്രിയ ദൈവദാസന്മാരെ, ദൈവജനമേ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിൽ
ഞാൻ ഭൗതിക കാര്യങ്ങളിൽ സാധാരണ ഒന്നും പറയാറില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്നുവരെ ലജ്ജിക്കാതെ കർത്താവിന്റെ മുഖത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇടയാക്കി. എനിക്ക് യേശുവിനെ അന്ത്യശ്വാസം വരെ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ സേവിക്കണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം. പ്രാർത്ഥന സമർപ്പണം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, വചനാടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമെങ്കിൽ ദൈവം നമ്മെ ഈ തലമുറയിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി, ദൈവസഭയുടെ വളർച്ചയ്ക്കായി, ദൈവരാജ്യത്തിന് കെട്ടുപണിക്കായി, ദൈവമഹത്വത്തിന് ഉപയോഗിക്കാനിടയായി തീരും. ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ അവസരത്തിന് ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊണ്ട് അരോമ ടിവിയോടും ബഹുമാനപ്പെട്ട കർത്തൃദാസനോടും മിനിസ്ട്രിയോടുമുള്ള നന്ദി, പ്രേക്ഷകരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവമഹത്വവും കർത്താവിന്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അരോമ ടിവിയിലൂടെ ദൈവം ചെയ്യിപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഡാനിയൽ ജോൺ പാസ്റ്ററിനെയും മിനിസ്ട്രിയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങൾ, കർത്താവ് നടത്തിയ വിധങ്ങൾ ഷെയർ ചെയ്യുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, ആത്മീയ ഉത്തേജനമായി, ദൈവരാജ്യത്തിൽ ദൈവനാമത്തിനു വേണ്ടി സുവിശേഷ ഓർക്കളത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ. കർത്താവെ, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് തിരുവചനങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് വേണ്ടി അന്ത്യശ്വാസം വരെ നിലനിൽക്കുവാൻ കേൾവിക്കാരായ ദൈവജനത്തെ ദൈവം ഒരുക്കി സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജു ജോൺ അവറുകൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ദൈവപുറത്തിന് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പക്ഷെങ്കിൽ ആ പമ്പാ നദിയുടെ ആനക്കയത്തിൽ അവിടെ അസ്തമിച്ചു പോകേണ്ടിയിരുന്ന ആ ഒരു ജീവിതത്തെ ദൈവം അവിടെ നിന്ന് തള്ളി മാറ്റി, അടർത്തി മാറ്റി, ദൈവത്തിൻ്റെ നിത്യജീവങ്കിലേക്കുള്ളതായ ആ പാതയിൽ വഴി നടത്തുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ആ മഹാപദ്ധതികളെ ഞാൻ ഒന്ന് ഓർക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വച്ച് ഒരു തീരുമാനമെടുത്തു. നമ്മുടെ സ്നാനമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയാണ്. ദേവദാസനെ ഓർപ്പിക്കുകയുണ്ടായി, പമ്പാ നദിയുടെ ആനക്കയത്തിൽ താണുപോയപ്പോൾ അത് ആരുടെയും പ്രേരണ കൊണ്ടല്ല, നീന്തറിയത്തില്ലായിരുന്നു, അബദ്ധത്തിൽ സംഭവിച്ചതാണ് അവിടെ താണുപോയത്. പക്ഷേ ദൈവത്തിൻ്റെ കരം അവിടെയും കൂടെയിരുന്നു. പിന്നത്തേതിൽ അറബിക്കടലിൽ ഇറങ്ങിയപ്പോഴും അവിടെയും ആരുടെയും പ്രേരണയോ സാന്നിധ്യമോ സമ്മർദ്ദമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെയും കർത്താവ് ആ അറബിക്കടലിലേക്ക് ഇറക്കി അവിടെ കർത്താവിൻ്റെ കൽപ്പന ഏറ്റുപറയുവാൻ ദൈവം ഒരവസരം കൊടുത്തു. അതെ, ആ ആനക്കയത്തിൻ്റെ ആഴത്തിൽ കിടന്ന് ഹൃദയത്തിലെടുത്ത ആ തീരുമാനം പിന്നത്തേതിൽ അത് അറബിക്കടൽ അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് വലിയൊരു സത്യം. ദൈവത്തിൻ്റെ ആ മഹാപദ്ധതിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാർത്തോമാ സഭയുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചും ആ ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവിടുത്തെ ഒരു പുരോഹിതനായിട്ട്, സുവിശേഷകനായിട്ട് മുന്നോട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതായിരുന്നു ബാല്യം മുതലുള്ളതായ ഹൃദയത്തിലെ ആഗ്രഹം. കാരണം അവിടെ കണ്ടുവന്നതായ, അവിടെ
നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ആ ഒരു ആഗ്രഹം ഉടലെടുത്തത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ തുടർമാനമായി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ സത്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അങ്ങനെ വിശുദ്ധ വേദാപുസ്തകം വായിക്കുവാനും പഠിക്കുവാനും അതിലെ സത്യങ്ങളെ അനുസരിക്കുവാനും തയ്യാറായപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന വിശ്വാസവും കണ്ടു വളർന്നതായ ആ പശ്ചാത്തലവും അല്ല ശരി എന്നുള്ളത് ബോധ്യമാകുകയും യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് ഗ്രഹിച്ച് ആ സത്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനിടയായി തീർന്നപ്പോൾ കർത്താവ് ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പൊതുവെ മനുഷ്യൻ ആധുനിക ജീവിതത്തിൽ ജീവിക്കുന്നു. അവൻ എല്ലാ നിലയിലും പുരോഗതി ആഗ്രഹിക്കുന്നു. മാതാപിതാക്കന്മാർ പിന്തുടർന്നു വന്നതായ തൊഴിലോ അവരുടേതായ ജീവിത നിലവാരമോ അവരുടേതായ കാഴ്ചപ്പാടുകളോ ഒന്നും പുതിയ തലമുറ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അവരതെല്ലാം വിട്ടിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് അവർ തിരിയുകയാണ്. പുതിയ ആധുനികതയുള്ള വാഹനങ്ങളും വീടുകളും ജോലിയും എല്ലാം പുരോഗതിയാണ് അവരുടെ മുന്നിൽ അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പുതിയ തലമുറ ഒരു പുരോഗതി ആഗ്രഹിക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ മാത്രം ഇന്നത്തെ തലമുറയെയും കണ്ടുവരുന്നൊരു കാര്യം മാതാപിതാക്കന്മാർ വിശ്വസിച്ച അവരാരാധിച്ച ആ ഒരു സങ്കല്പങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്ന ഒരു സമൂഹത്തെ, ഒരു തലമുറയെ ഇന്ന് കണ്ടുവരുന്നു. വാസ്തവത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുരോഗമനപരമായ കാര്യങ്ങളുടെ പുറകെ പോകുകയും നിത്യജീവന് വേണ്ടിയുള്ളതായ നിത്യതയ്ക്കായുള്ളതായ സത്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുവാനുള്ളതായ ആ ഒരു പാതയിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്യുന്നത് എത്രയോ തെറ്റായ ഒരു കാര്യമാണ്. അത് കർത്താവിൻ്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ നിന്ന്, അനേക പുരോഹിതന്മാരുള്ള ആ കുടുംബത്തിൽ നിന്ന് ആദ്യ ഫലമെന്ന വണ്ണം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനും ദൈവം ഒരു ശമൂവേൽ ബാലിനെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ ഒരുക്കിക്കൊണ്ടുവന്നതുപോലെ അനേകർക്ക് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി കർത്താവ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ഭാഷക്കാരുടെയും ജാതിക്കാരുടെയും ദേശങ്ങളുടെയും ഒക്കെ നടുവിൽ ഇറങ്ങിച്ചെന്ന് കർത്താവിനെ ഉയർത്തുവാൻ ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളതായ ഒരുപാട് അനുഭവങ്ങളെ കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് ആ കാലുകളെ ബലപ്പെടുത്തട്ടെ എന്ന് ഇത്തരുണത്തിൽ അരോമ TV ചേർന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത്രത്തോളം സമയം കടന്നു വന്ന് ഞങ്ങളോടൊപ്പം സമയം വേർതിരിച്ചതിന് ദൈവത്തിനോട് കുടുംബത്തിലുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അരോമ TV പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ വിശേഷിച്ചാൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.